എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. എല്ലാവർക്കും എൻ്റെ ചാനൽ ഉമാമഹേശ്വരത്തിലേക്ക് സ്വാഗതം. ഹരേ ഗുരുവായൂരപ്പ, രാധേ രാധേശ്യാം. ഇന്ന് ഞാൻ ഹരിനാമ കീർത്തനത്തിലെ 27ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഔദുംബരത്തിൽ മശകത്തിനു മീതെ തോന്നുമിതിൽ മീതെ കഥാപി സുഖമില്ലെന്നിതപ്പരിച്ചു ചേതോവി മോഹിനി മയക്കായികമായ തവ ദേഹോഹമെന്നിവയിൽ നാരായണായ നമ. ഔദുംബരത്തിൽ മശകത്തിന് തോന്നുമിതിൽ മീതെ കഥാപി സുഖമില്ലെന്ന് ഇതപ്പരിച്ചു ചേതോവി മോഹിനി മയക്കായികമായ തവ ദേഹോഹമെന്നിവയിൽ നാരായണായ നമ. ഇവിടെ അത്തിക്കായിലിരിക്കുന്ന പുഴുവിന്, അത്തിക്കായിലിരിക്കുന്ന പുഴു അത്തിപ്പഴം, നമ്മൾ എല്ലാവർക്കും അറിയാമായിരിക്കും അത്തിപ്പഴം. അവിടെ കിട്ടുന്നതിനപ്പുറം ഒരിക്കലും സുഖം വേറെ കിട്ടാനുള്ളെന്ന ഭ്രമം വരാം. അതുപോലെ ഞാൻ ദേഹമാണ്, ദേഹത്തെ ആശ്രയിച്ച് കിട്ടുന്നതിൽ കൂടുതൽ സുഖമൊന്നും ഒരിടത്തും കിട്ടാനില്ല എന്ന ചിന്തയിൽ മനസ്സിനെ മോഹിപ്പിച്ചു കളയുന്ന അങ്ങയുടെ മായ എന്നെ മയക്കിക്കളയാൻ ഇടയാകരുതേ. നാരായണനായിക്കൊണ്ട് നമസ്കാരം. ഇതാണ് ഈ വരികളുടെ അർത്ഥം. ഇവിടെ ഔദുംബരത്തിൽ മശകത്തിനു മീതെ എന്ന് പറയുമ്പോൾ ഉദുംബരം എന്ന അത്തിമരത്തിൽ നിന്റെ അത്തിക്കായയാണ് ഔദുംബരം എന്ന് പറയുന്നത്. പാകമാകാതെ ജീർണിക്കുന്ന അത്തിക്കായ, അതായത് പാകം ഒരു സാധാരണ എല്ലാ ഫലങ്ങളും നമ്മൾ എന്താവും കുഞ്ചി പിടിച്ച് അത് വളർന്ന് അത് നല്ല കുറ്റി പാകമായി നല്ല പഴുത്ത മധുരത്തോടു കൂടിയാണ് അതിൻ്റെ അവസാനം നിമിഷം പോകുന്നത്. കാരണം പഴുത്ത് തൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ അത്തിക്കായ എന്ന് പറയുന്നത് പകുതി പാകമാകുമ്പോൾ തന്നെ അത് ജീർണിക്കാൻ തുടങ്ങും. അത് പഴത്തിൻ്റെ ഫുൾ ഫലം അതിനില്ല. അതിനകത്ത് ഉണ്ടാകുന്നതാണ് ഈ പുഴുക്കൾ. ഈ അത്തിമരത്തിൻ്റെ പഴത്തിൽ നിന്ന് പകുതി പാകമാകാത്ത പകുതി വരെ പാകമാവുള്ളൂ. അത് കഴിഞ്ഞ് അത് ജീർണിക്കാൻ തുടങ്ങും. ബാക്കി ഭാഗത്തിന് ജീർണിച്ച് പോകും. ആ അത്തിക്കായിൽ ഒരുതരം പുഴുക്കൾ രൂപം കൊള്ളുന്നു. അപ്പോൾ അത്തിക്കായയുടെ അകവശമല്ലാതെ ഈ ലോകത്ത് മറ്റൊന്നും അവയ്ക്ക് അറിവില്ല. ഈ പുഴുക്കൾക്ക് ഈ അത്തിക്കായാണ് അതിൻ്റെ ലോകം. അപ്പോൾ അത്തിക്കായയിലെ പുഴു അതിനകം തന്നെ സ്വർഗമായി കരുതുന്നു. ഈ കുറച്ച് കിട്ടുന്ന സുഖത്തെ ആ പുഴുക്കൾ സ്വർഗമായി കരുതുന്നു എന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. എന്നാൽ തൻ്റെ ആ സ്വർഗം നിരന്തരം ജീർണിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് പാകമെത്താതെ അത് ജീർണിക്കുന്നു പുഴുവിനറിയില്ല. പുഴു അതിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്, അത് തന്നെയാണ് സ്വർഗമെന്ന് കരുതി അതിൽ തന്നെ ഭ്രമിച്ചിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. അത് തന്നെയാണ് ഏറ്റവും വലിയ സുഖമെന്നും ഈ പുഴു കരുതുന്നു എന്നാണ് ഇവിടെ ആചാര്യൻ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഇത് ചീഞ്ഞളിഞ്ഞ് പോകുമ്പോൾ എന്താണെന്ന് അത് നഷ്ടമാകും. അപ്പോൾ അല്പബുദ്ധിയായ ആ പുഴു അതിനുള്ള അറിവില്ല. സുഖാസ്പദമായ പദാർത്ഥം തന്നെ നശിച്ചാൽ തൻ്റെ സുഖത്തിൻ്റെ ഗതി എന്താകുമെന്നും അത് കാണുന്നില്ല. അപ്പോൾ ഇത് രുചിച്ചുകൊണ്ട് തന്നെ ഈ സന്തോഷവും സുഖവും, അതായത് അതിലുള്ള ആ പഴത്തിൻ്റെ സ്വാദ് ഇങ്ങനെ ഭക്ഷിച്ചിരിക്കുന്ന ആ പുഴുവിന് വേറെ ഒന്നിനെ കുറിച്ച് ഒരു അറിവില്ല. ഈ പഴം ശാശ്വതമാണെന്നും അതിൻ്റെ അവസാന കാലം വരെ അത് കിട്ടും എന്ന് വിചാരിക്കുന്നു എന്നിവിടെ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവാത്മാവിനെ അതിലേക്ക് ഉപമിക്കുകയാണ് നമ്മുടെ ആചാര്യൻ. അതായത് നമുക്ക് ഈ ദേഹഭ്രമം, നമ്മളെല്ലാവരും ഈ ദേഹത്തെ വെച്ചിട്ടാണല്ലോ ഭ്രമിക്കുന്നത്. എൻ്റെ ശരീരം നല്ല ആരോഗ്യമാണ്, എനിക്ക് എന്തിനും കഴിവുണ്ട്, സത്യമാണ്. പക്ഷെ നല്ല രീതിയിലാകുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണ് നേരായ മാർഗത്തിലല്ല പ്രവർത്തിക്കുന്ന, അത്യാഗ്രഹവും മോഹവും അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ പിന്നെ അവിടെ എന്താവും? നമ്മുടെ ഈ ശരീരത്തെ വെച്ച് നമ്മൾ അഹങ്കരിക്കാൻ തുടങ്ങും. നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ഈ ശരീരം വെച്ച് ചെയ്യും. അപ്പോൾ ഈ ശരീരമാണെന്ന് ഈ ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റ് പല ഭോഗങ്ങളും പിടിച്ചു വരയ്ക്കപ്പെടുക, അവഹരിക്കപ്പെടുകയും ചെയ്യുന്നു. മറ്റ് ജീവാത്മാക്കളോട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതാണ് ഈ ദേഹബോധം. ഈ ദേഹബോധം എന്ന് പറഞ്ഞാൽ അത്തിക്കായുടെ ജീർണിച്ച ആ പഴത്തോടാണ് നമ്മൾ ഉപമിച്ചത്. ജീവൻ അതിനകത്തിരിക്കുന്നത്. പക്ഷെ ആ ജീവൻ എന്താണ്? ഈ മായാമോഹത്തെയാണ് ആ പറയുന്നത്. നമ്മുടെ മായാപ്രപഞ്ച അവിദ്യയാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. അവിദ്യയാകുന്ന അത്തിപ്പഴം, അതിനകത്ത് നമ്മൾ കുരുങ്ങിയിരിക്കുകയാണ്. അത് തന്നെയാണ് സുഖം. ഈ ദേഹത്തിന് കിട്ടുന്ന സുഖത്തിലപ്പുറം വേറൊരു സുഖം ഇല്ല എന്നാണ് നമ്മുടെ അല്പജ്ഞാനമായ ഈ ശരീരബോധം. പക്ഷെ ശരീരബോധത്തിനുള്ളിൽ ജീവാത്മാവുണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ ആചാര്യൻ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. ആ ജീവാത്മാവിൻ്റെ ഉദ്ദേശം വേറെയാണ്. പക്ഷെ നമ്മളെ ഈ ഭഗവാന്റെ യോഗമായയുടെ മായാശക്തി കൊണ്ടാണ് നമ്മൾ ഈ മായയിൽ പെടുന്നത്. പക്ഷേ ആ ഭഗവാൻ നമ്മളെ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഈ മായിക പ്രപഞ്ചത്തിൽ നിന്ന് കരകയറി വന്ന് നമ്മുടെ ജീവൻ മുക്തിയിലേക്ക് നമുക്ക് തിരിയാൻ കഴിയുള്ളൂ എന്നാണ് ഇവിടെ ആചാര്യൻ ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ ഈ അത്തിപ്പഴത്തിലിരിക്കുന്ന പുഴു
നമ്മൾ ഭാവിക്കുക. നമ്മൾ ഈ പ്രപഞ്ചത്തിലെ കാണുന്ന മോഹങ്ങളെയൊക്കെ നമുക്ക് സ്ഥിരം നമ്മുടെ കൂടെയുള്ള ബന്ധുജനങ്ങളാവട്ടെ, നമ്മുടെ സുഹൃത്തുക്കളാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ചരാചരങ്ങളാകട്ടെ, ഇതൊക്കെ നമ്മുടെ ഈ ദേഹബോധത്തിൽ നമുക്ക് തോന്നുന്ന എന്താണ്, ഈ അത്തിപ്പഴത്തിലെ കാര്യം പറഞ്ഞതുപോലെ ഇതൊക്കെ നമുക്ക് സ്വന്തമാണ്, ഒരിക്കലും നശിക്കില്ലാണ്. അത് വെറും മിഥ്യാധാരണ എന്ന് അറിഞ്ഞു വരുമ്പോൾ നമ്മൾ വൈകിപ്പോവുകയാണ്. നമ്മുടെ ജീവന്റെ ഉദ്ദേശം നിറവേറ്റാൻ കഴിയാതെ നമുക്ക് പോവുകയാണ്. അതിന് നമ്മൾ എന്ത് വേണം? ഭഗവാനോട് ഈ ദുഃഖങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കി തരണം. അതായത് ഈ താപദുഃഖം, സംസാര ദുഃഖം, പരിണാമ ദുഃഖം എന്നൊക്കെ നമുക്കിതിൽ ജീവിതത്തിലുണ്ട്. ഈ ദുഃഖങ്ങളെ കുറിച്ചൊക്കെയുള്ള നമുക്കൊരു ജ്ഞാനം ഉണ്ടാവണം. ഈ ജ്ഞാനം ഉണ്ടാകുന്നതിന് മാർഗം എന്താ? നാമസങ്കീർത്തനം. നാമസങ്കീർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ നാമസങ്കീർത്തനത്തിലെ ഭഗവാനെ അറിയാൻ ശ്രമിക്കും. ഈ ഭഗവാനെ അറിയാൻ ശ്രമിക്കും. ഭഗവാന്റെ പറഞ്ഞില്ല, നമ്മുടെ ഭാഗവത്തിലെ കഥ പറയുന്ന ശ്രവണം, സ്മരണം, കീർത്തനം എന്ന് പറയുന്ന ആ 9 നവവിധ ഭക്തികൾ വരുന്നുണ്ട്. അതൊക്കെ ഇതിന് ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറുന്ന കാര്യമല്ല. അതിലൂടെ നമ്മൾ എന്താ, ശ്രവണങ്ങളിലൂടെയും കഥകളിലൂടെയൊക്കെ നമ്മൾ എന്ത് മനസ്സിലാക്കാൻ തുടങ്ങും? ഈ ജീവൻ എന്താണെന്ന് മനസ്സിലാവാൻ നമുക്ക് തുടങ്ങും. അപ്പൊ ഈ കാണുന്ന പ്രാപഞ്ചിക മോഹങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന സുഖ സൗഭാഗ്യങ്ങളും ബന്ധുജനങ്ങളും ഒന്നുമല്ല നമ്മുടെ യഥാർത്ഥത്. അതെല്ലാം നമുക്ക് ദുഃഖം തരുന്നതാണ്. ആ ദുഃഖത്തിലാണ് നമ്മൾ ഇവിടെ കിടക്കുന്നത്. സംസാര ദുഃഖം, താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക. അതായത് നമ്മൾ ഇതിൽ പറയുന്നൊരു ഇതില് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്ന അമ്മ, അതായത് നമ്മുടെ താപത്രയങ്ങൾ, 3 ജന ദുഃഖം, മരണ ദുഃഖം, ഇങ്ങനെ ഓരോ 3 ദുഃഖങ്ങൾ നമുക്കുണ്ട്. ഈ ദുഃഖങ്ങൾ എല്ലാത്തിനും നമ്മൾ എന്തിനാണ്? പൂർണ്ണമായ ഒരു പ്രകാശത്തിലേക്ക് നമ്മെ ഈ ജ്ഞാനം, ദേവി ജ്ഞാനം അല്ലെങ്കിൽ ഭഗവത് ജ്ഞാനം അല്ലെങ്കിൽ നാരായണ നാമം, ഇതെല്ലാം ഒന്നാണ്. ഇവിടെ രണ്ടെന്നൊന്നും ഇല്ല. അദ്വൈതമാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ, നമ്മുടെ ഉപനിഷത്തുകളുടെ സാരാംശങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കറവക്കാരൻ കൃഷ്ണനാണ്, പശു ഉപനിഷത്തുകളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗങ്ങളിൽ നമ്മുടെ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഭക്തി ഉണ്ടാവണമെങ്കിൽ അതിന് നമുക്ക് സുഹൃതം വേണം. ഇതിന് നാരായണ ഭക്തി ഉണ്ടാവാൻ എന്തുണ്ടാവണം? അതിന് സുഹൃതം ഉണ്ടാവണം. ആ സുഹൃതം കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ സൽക്കർമ്മങ്ങളിലൂടെ, ശുദ്ധകർമ്മങ്ങളിലൂടെ, നിഷ്കാമകർമ്മങ്ങളിലൂടെ ഭഗവാനെ നമ്മുടെ കർമ്മത്തെ സമർപ്പിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ശാശ്വതമായ ശുദ്ധമായ സാത്വിക ഭക്തിയിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 2-3 ഇതുണ്ട്, പ്രകൃതി ഗുണങ്ങളായ 3 ഗുണങ്ങൾ, തമോ ഗുണം, രജോ ഗുണം, നമ്മുടെ സാത്വിക ഗുണം. ഈ 3 ഗുണങ്ങളും കരകയറാനാണ് നമുക്ക് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഇതില്ലാതെ വേറെ ഒന്നും ഇതിനകത്തില്ല. ഇപ്പൊ റിപ്പീറ്റാണ്, വീണ്ടും നമ്മൾ ജപസാധനയാണ് ഇതിന്റെ ഏറ്റവും. അപ്പൊ അതാണ് നമ്മുടെ ഈ പ്രാപഞ്ചികമായ ഇത് ഗുരുകിൽപ്പെടാതെ ഈ അത്തിപ്പഴത്തിലെ പുഴുവിനെ പോലെ നമ്മളാകാൻ പാടില്ല. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി മായാപ്രപഞ്ചത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ നമുക്ക് ഭഗവാനിലേക്ക് ഉറച്ച മനസ്സുണ്ടാവണം. നമുക്ക് ഉറച്ച മനസ്സുണ്ടാകുമ്പോൾ നമ്മൾ അതിന് ഏക മാർഗം, നമ്മളിപ്പോൾ വീണ്ടും നമ്മൾ സംസാരത്തിലേക്ക് വരികയാണ്, നമ്മളെ സത്സംഗ കഥയിലേക്ക് വരും. കാരണം നമ്മൾ സ്വയം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവണം. നമ്മളെല്ലാം ഈ പ്രാപഞ്ചികമായ ബന്ധങ്ങളിലൂടെ കടന്ന് അതിലിടപെട്ട് അതിലെ പ്രശ്നങ്ങൾ നീക്കാനാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രശ്നങ്ങൾ നീക്കുന്നതോടെ നമുക്ക് കൂടുതൽ ഊരാക്കുടുക്കൽ നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. അതിലൂടെ നമുക്ക് താപത്രയങ്ങൾ ഉണ്ടാവും, ഈ ദുഃഖങ്ങൾ അല്ലേ. അവിടെ ജനന ദുഃഖം ഉണ്ടാകുന്നു, മരണ ദുഃഖം ഉണ്ടാകും, ജനിച്ചുടനെ മരിക്കുന്നു, ജനിച്ച് ഒരു യുവത്വത്തിലാവുമ്പോൾ മരിച്ചു പോകുന്നു, പാർട്ടിക്ക് എത്തുന്നതിന് മരിച്ചു പോകുന്നു, കുടുംബങ്ങളും കുട്ടികളെ അന്വേഷിക്കാൻ ആളില്ലാതെ വരുന്ന അവസ്ഥയിൽ ഓരോ മരണങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇതൊന്നും ശാശ്വതമായി കൂട്ടിപ്പിടിച്ച് വെക്കാൻ പറ്റില്ല. പിന്നെ എത്രയെങ്കിലും ജനങ്ങൾക്കോ അല്ലെങ്കിൽ മനുഷ്യർക്കോ ഒരു സൗഭാഗ്യ ജീവിതം കൊടുക്കുന്നെങ്കിൽ അവര് മുജ്ജന്മം ചെയ്ത പുണ്യം കൊണ്ട്, സുഹൃതം കൊണ്ട് ജീവിക്കുന്നതാണ്. സ്വർഗമൊക്കെ ഇവിടെ തന്നെയാണ്. നമ്മുടെ പ്രവൃത്തിയാണ് നമുക്ക് ജീവിതത്തിന്റെ ഈ കർമ്മഗതിയാണ് നമ്മുടെ ജീവിതത്തെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ആ കർമ്മഗതി ശരിയാവാൻ വേണ്ടി നമ്മൾ ആദ്യമേ എന്താവണം? നമ്മുടെ മനസ്സിലെ ഈശ്വരഭക്തി ഉണ്ടായേ മതിയാവും. ആ ഈശ്വരഭക്തി എല്ലാവരുടെ ഉള്ളിലും അണഞ്ഞു കിടപ്പുള്ളത്. പുകയൊക്കെ ഊതി, കരിയെല്ലാം ഊതി മാറ്റി ഊതാൻ തുടങ്ങുമ്പോൾ അത് കനൽ പോലെ കത്താൻ തുടങ്ങും. അതിന് വെളിച്ചമാണ്, പ്രകാശമാണ്. അതാണ് തത്വബോധം എന്ന് പറയുന്നത്. നമ്മുടെ നാമസങ്കീർത്തനം കൊണ്ടാണ് ആ പുകയും കരിവടലങ്ങളൊക്കെ മാറുന്നത്. അങ്ങനെ മാറി നമ്മളിൽ എന്തുണ്ടാവും? സത്വഗുണം ഉണ്ടായി തുടങ്ങും. കാരണം നമുക്ക് ഒരു പ്രകാശം വരുമ്പോൾ അവിടെ എന്താണ്? അവിടുത്തെ ഇരുട്ടും കോറലും ഒന്നും അതിനകത്ത് നമുക്ക് കാണാൻ പറ്റില്ല. ഭയങ്കരമായിട്ടുള്ള പ്രകാശമായി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ മറ്റുള്ള അടിഞ്ഞു കിടക്കുന്ന ഒരു അഴുക്ക് നമുക്ക് കാണാൻ പറ്റില്ല. അത്രയും കഴിവാണ് ആ പ്രകാശത്തിന്. അതാണ് നമ്മുടെ സൂര്യനുമായിട്ട് ഉപമിച്ചിരിക്കുന്നത്. നമ്മുടെ ജ്ഞാനം, നമ്മുടെ ആത്മജ്ഞാനം എന്നുള്ള സൂര്യന്റെ തേജസ് എന്നാണ് പറയുന്നത്. കാരണം അത്രയും സൂര്യതേജസിന്റെ അടുത്ത് നമുക്ക് അടുക്കാൻ പറ്റൂ? ഇല്ലല്ലോ. അതിന്റെ പ്രകാശം ഈ ലോകം മൊത്തം ജ്ഞാനസൂര്യനാണ് നമ്മളിൽ ഉദിച്ചു നിൽക്കുന്നത്. നമ്മൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുള്ളൂ ഈ പ്രകാശം നമ്മുടെ ഉള്ളിലുണ്ട്. ആ അതകം തെളിയുമ്പോൾ അവിടെ സാത്വിക ഗുണം കൊണ്ട് നിറയും. അപ്പോഴാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എന്തെന്നുള്ള വ്യക്തതയോ ആ ജ്ഞാനങ്ങളൊക്കെ കുറേ നമുക്ക് ഉണ്ടായി കിട്ടും. മനസ്സ് അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക.
ഇത്രയും കാലം നമ്മൾ പല ദുഃഖങ്ങളായാലും പല പ്രശ്നങ്ങളായാലും നമ്മൾ പലരിലും ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ കഴിയായിരുന്നു. ഇപ്പം നമ്മുടെ അവസാനത്തെ നമ്മുടെ ഉദ്ദേശം വെച്ചാൽ നമ്മുടെ ജന്മത്തെ സഫലമാക്കുക എന്നുള്ളതാണ്. നമുക്ക് വേറെയുള്ള ജന്മത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അവർ ജന്മം സഫലമാക്കണമെങ്കിൽ അവർ തന്നെയാണ് അത് ഇൻവോൾവ് ആവേണ്ടത്. അവർ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം. കാരണം അവനവൻ സ്വയം തീരുമാനിച്ചാൽ മാത്രമേ അവനവനിൽ മാറ്റം വരുത്താൻ പറ്റൂ. ഈ പ്രകൃതി നമുക്ക് എന്താണ് തരുന്നത്? ഗൈഡൻസ് ആണ് തരുന്നത്. പ്രകൃതിയിൽ പലതും നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ നമുക്ക് അതിൽ ഓരോന്നിലും ഓരോന്ന് പഠിക്കാനുണ്ടാവും. കളറുകൾ, അതായത് സ്വഭാവങ്ങൾ, പിന്നെ രുചികൾ. ഇപ്പോൾ വൃക്ഷലതാദികൾ എല്ലാം കുറേ ഉണ്ട്. എല്ലാത്തിനും ഒരു രുചിയല്ലല്ലോ. പരബ്രഹ്മ തത്വം എന്ന് പറഞ്ഞത് ഒന്നാണെന്ന് പറയുന്നു. അത് അഖണ്ഡ സച്ചിദാനന്ദമാണെന്നും പറയുന്നു. ഈ എല്ലാ അതിന് ഇത് കിട്ടുന്നത് എല്ലാത്തിൻ്റെ ഉത്തമ ഒറ്റ പൊരുളതാണ്. അപ്പോൾ ആ ഒറ്റയിൽ നിന്നുകൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് പല ഗുണങ്ങൾ നമ്മളിൽ ഇവിടെ കാണിച്ചു തരുന്നില്ലേ. എല്ലാത്തിലും എന്തെങ്കിലും ഓരോ ഗുണങ്ങളുണ്ടാകുന്നു. ആ ഗുണങ്ങളെല്ലാം വളരെ മഹത്തരമാണെന്ന് നമ്മളെ പ്രകൃതി. അപ്പോൾ നമ്മൾ എന്താണ് പ്രകൃതിയിലെ സുഖഭോഗങ്ങളിൽ വീഴാതെ പ്രകൃതിയിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കണം. നമ്മളും പ്രകൃതിയും തമ്മിലുള്ള ഒരു കണക്ഷനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മൾ സയൻസ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ. സയൻസ് പഠിക്കുമ്പോൾ നമ്മൾ സയൻസ് പരമായി പഠിക്കും. പക്ഷെ ഇത് നമ്മൾ ആത്മപരമായിട്ട് ജീവനും പ്രകൃതി, അതായത് പ്രകൃതി പുരുഷൻ എന്ന് പറയുന്ന ഒരു തത്വമാണ്. അപ്പം നമ്മൾ ആ പ്രകൃതിയിലേക്ക് നമ്മളെ മനസ്സിനെ വിടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മളിലേക്ക് ഒരു ഇത് കോൺസെൻട്രേഷൻ നമ്മൾ കൊടുക്കണം. അപ്പം നമ്മൾ എന്ത് വേണം? നമ്മളെക്കുറിച്ച് ചിന്തിക്കും. ഇപ്പം നമ്മൾ പറയുന്നില്ലേ, ഒരു ജീവൻ എന്ന് പറയുന്നത് വളരെ ഈശ്വരൻ്റെ തന്നെ ചൈതന്യമാണ് നമ്മളിൽ ഇരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയണം. ആ നമ്മൾ എന്ത് വേണം? നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുക. അതായത് നമ്മുടെ ആത്മാവിരിക്കുന്ന ആ ശരീരത്തെ ക്ഷേത്രം പോലെ സൂക്ഷിക്കുക. ശുദ്ധിയായി നടക്കുക, നല്ല സംസാരങ്ങൾ സംസാരിക്കുക, വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. അവനവനിൽ തന്നെ ശ്രദ്ധയുണ്ടാകുമ്പോൾ അവനവനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അവനവൻ തന്നെ മാറി വരുന്നു. അതായത് ഈ ചേതനയുള്ള ഈ പ്രപഞ്ച ചേതനയുടെ ആ പ്രധാന കാരണിയായ ആ മായ അമ്മയുടെ ആ സൗരഭ്യവും സൗന്ദര്യവും ആ രീതിയും എല്ലാം നമ്മളിൽ എന്താവും? പ്രായോഗികമായി വരാൻ തുടങ്ങും. അതാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കാര്യം. നമ്മൾ ശ്രദ്ധിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരുങ്ങുന്നു എന്ന് പറയുന്നില്ലേ, നമ്മൾ ഈ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ നമ്മൾ എന്തോന്ന് ചെയ്യുന്നു? നമ്മൾ പ്രാധാന്യം കൊടുക്കുകയാണ് ഓരോ അവയവത്തിനും. നമ്മളിപ്പോൾ പുരികത്തിന് ഇങ്ങനെ തൊടുന്നു. ആ പുരികം എന്ന് പറയുന്ന ഭാഗം എന്താണ്? ഈ ആജ്ഞാശക്തി കൊണ്ട് അപ്പുറം ഇരിക്കുന്ന അതിൻ്റെ ശരീരമാണ് ആജ്ഞാശക്തി എന്ന് നമ്മൾ പറയുന്ന ആജ്ഞാചക്ര ഇരിക്കുന്നതെന്ന്. ഇത് നമ്മൾ ഈ രണ്ട് കൈ കൊണ്ട് ഈ പുരികത്തെ സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ കണ്ണിനെ നമ്മൾ ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ, ശരീരവും പ്രാണനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ ഓരോ അവയവങ്ങളിലും നമ്മുടെ സ്പർശനം, അത് സ്പർശനം ഏൽക്കുമ്പോൾ അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഏതിൽ ഒന്നിൽ തന്നെയാണ് നമ്മൾ ഒരു വിഗ്രഹത്തിൽ തന്നെയാണ് നമ്മൾ കൂടുതൽ നേരം തൊട്ടും തടയും ടച്ച് ചെയ്തൊക്കെ വരുമ്പോൾ അതിന് കൂടുതൽ തെളിച്ചം വരും. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഈ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന നമ്മൾ, അതാണ് നമുക്ക് ഈ മനസ്സെന്ന് നേരത്തെ പറഞ്ഞു. മനസ്സെന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ നമുക്കൊന്നും അറിയാൻ കഴിയും. അപ്പൊ ഈ നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങണം. നമ്മുടെ ശരീരത്തെ നമ്മൾ സ്നേഹിക്കണം, നമ്മുടെ മനസ്സിനെ നമ്മൾ സ്നേഹിക്കണം, നമ്മളെ തന്നെ നമ്മൾ ഓരോ ശരീരം മൊത്തം നമ്മൾ ശുചിയും വൃത്തിയാക്കി നമ്മളിലേക്ക് ഇറങ്ങി നമ്മൾ എന്താ ചെയ്യവിടെ പറഞ്ഞ നാമസങ്കീർത്തനത്തിലൂടെ ശുദ്ധിയുള്ള മനസ്സായി വരും നമുക്ക്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താവും? ഈ പാരായണങ്ങളും പുസ്തക ഗ്രന്ഥങ്ങളും സത്സംഗങ്ങളും ഒക്കെ കേട്ട് നമ്മളെ മനസ്സിൽ ഈശ്വര ചൈതന്യം വളരാൻ തുടങ്ങും. ആ സമയത്ത് മാത്രമേ നമുക്ക് ഈശ്വരനെ അറിയാൻ കഴിയുള്ളൂ. എന്തോ ഒരു സംഭവം നമ്മളിൽ ഉണ്ടെന്ന് നമുക്ക് തെളിഞ്ഞു കിട്ടും. അതിനെ നമ്മൾ തെളിയിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വയം നന്നാവാൻ ആരുടെയും ആവശ്യമില്ല. ഇപ്പം നമുക്ക് യൂട്യൂബ് വഴി ഒരുപാട് ആൾക്കാർ അറിഞ്ഞറിഞ്ഞ കാര്യങ്ങൾ അവർ സ്വയം പ്രാപ്തരായി നിൽക്കുന്നു. കാരണം എന്താണ്? അവനവനിലെ ശക്തിയെ അവനവനെ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ അല്ലേ? പ്രാപഞ്ചികമായ കാര്യത്തിൽ കിടന്ന് ഉള്ളാൻ പോവാതെ നമ്മളിൽ എന്തുണ്ട്, നമ്മളിൽ എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാനും ചിന്തിക്കാനും ഒക്കെ നമുക്ക് ഈ യൂട്യൂബും ഒരുപാട് ഉപഹാരങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ നാമസങ്കീർത്തനത്തിനുള്ള മനസ്സുണ്ടാവുകയും നമുക്ക് അതുപോലെ പുസ്തകങ്ങൾ വായിക്കണമെന്ന് തോന്നി ഓരോരുത്തർ പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കി നമുക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും ജീവിതത്തിന്. സത്യം പറയാൻ നമ്മുടെ ജീവിതം ആകെ മാറി ഈ മാറി എന്ന് പറയുമ്പോൾ കുറേ പണം ഇനി വന്ന് വരികയും അല്ലെങ്കിൽ കുറേ എല്ലാം ഉണ്ട്. പണവും സ്വത്തും സമ്പത്തും എല്ലാം നമ്മളിൽ നിൽക്കും. പക്ഷെ നമ്മൾ അതിൽ തൊടാതെ അതിൽ ബന്ധപ്പെടാതെ നമ്മുടെ ലൈഫ് കടന്നു പോയിക്കൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മളൊരു എന്തായാലും കഥാപാത്രമായിരിക്കും. അവർ പറയും ഇവർക്ക് എന്തോ മാറ്റമുണ്ട് ഇല്ലേ, എന്താണ്? അപ്പം നമുക്ക് സ്ഥിരമായ സാധനം നമ്മളുണ്ടാവും. ഏത് കാര്യമാണ്? ഒരു ടീച്ചറാണെങ്കിൽ ഒരു സ്കൂളിൽ നമ്മൾ പോകുന്നതിനും പാഠം നമ്മൾ പുതിയ ഒരാഴ്ച മുമ്പേ നമ്മൾ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യും. ആ പാഠത്തിൽ ഉൾക്കൊള്ളുന്നത് എന്താണ്, ആ പാഠം എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവർക്ക് മനസ്സിലാക്കി എന്നൊക്കെയുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യും ഇല്ലേ?
അത് തന്നെയാണ് സാധന, ഏത് കാര്യത്തിലാവട്ടെ. അപ്പൊ അതുപോലെ നമ്മുടെ സങ്കീർത്തനത്തില്, നാമജപത്തില്, നാമജപ സാധനയിൽ നമ്മൾ നമ്മുടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ തത്വബോധം, അതായത് ഈശ്വരൻ താൻ ഒന്നെന്നുള്ളൊരു ബോധമൊന്നും അനുഭവിച്ചറിഞ്ഞില്ലെങ്കിലും അത് നമ്മളിൽ ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് സങ്കല്പശക്തി ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് സാധിക്കും. പക്ഷെ നമ്മൾ ഈശ്വരനെ പ്രാപിച്ച് മനസ്സിലാക്കി കഴിഞ്ഞവർക്ക് പിന്നെ അങ്ങനെ പെട്ടെന്നൊരു ആഗ്രഹങ്ങൾ ഇങ്ങനെ ചോദിക്കാനൊന്നും മനസ്സ് തോന്നില്ല. അതാണ് അതിന്റെ വിജയം. പക്ഷെ അവരെന്തെങ്കിലും ആഗ്രഹിച്ചാലോ അവരെന്തെങ്കിലും പറഞ്ഞാലോ അവർക്കത് സാധിച്ചു കിട്ടും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമുക്ക് നമ്മളിൽ തന്നെയുള്ള വിശ്വാസം വളർന്ന് നമ്മൾക്കത് ചെയ്യാൻ കഴിയുന്നുള്ള ആ പ്രേരക ശക്തി നമ്മളിൽ ഇങ്ങനെ എന്ത് ചെയ്തും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ നമ്മുടെ മുന്നിൽ അത് സാധിച്ചു കിട്ടിയിരിക്കും. ഇതാണ് നമുക്ക് നേടിയെടുക്കേണ്ട കഴിവ്. മറ്റുള്ളവരിലൊന്നും നമുക്ക് നമ്മുടെ ജീവിതം ഈ ലൈഫിൽ നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഒരുപാട് സഹിഷ്ണുതകൾ ഉണ്ടാവും. കാരണം ലൈഫ് എന്ന് പറഞ്ഞ ഒരു ആഴക്കടലാണ്. അതിനകത്ത് നമ്മൾ വിഴുന്ന് കിടക്കുകയാണ്. അതിൽ നിന്ന് നമ്മൾ കൈയും കാലും അടിച്ച് കരകയറി വരാനാണ് ഈ നാമജപം. അതിൽ കിടന്നു പോവാതെ, മനസ്സിലായില്ല? അതിൽ കിടന്നു പോയാൽ നമുക്ക് രക്ഷയില്ല, നമ്മുടെ ജന്മത്തിന് മോക്ഷമില്ല. അപ്പം നമ്മൾ ജന്മമോക്ഷം വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അല്ലാതെ ഈ കാലവാശത്തിന് വേണ്ടി ഭയന്ന് അവസാന കാലത്ത് കാലം വരുമ്പോൾ എങ്ങനെയാണ് ഈശ്വര മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചാൽ മതി മറന്നു പോവും മനമെല്ലാം മഹമായ നീക്കി അരുളേണം നാഥ തിരുവയ്ക്കം വാഴും ശിവശംഭു എന്ന് പറയുന്ന ആ വാക്ക് അർത്ഥം നമ്മൾ ലൈഫിൽ പിടിച്ചു കുറച്ചും ബുദ്ധിമുട്ടിച്ചും മറ്റുള്ളവരെ വേദനിപ്പിച്ചും ഒക്കെ ചെയ്ത് നമ്മുടെ ജീവിതമൊക്കെ ഏതാണ്ട് കൊണ്ട് കയറി വരുമ്പോൾ പാപഭാരങ്ങളും കൂടി വരുമ്പോൾ നമ്മൾ കൈയും കാലും ഒക്കെ അനക്കാൻ പറ്റാതെ എവിടെയെങ്കിലും ചെന്നങ്ങ് വീഴുമ്പോൾ നമുക്ക് എന്താണ് പിന്നെ ഭയമാണ്. നമുക്ക് നമ്മുടെ എല്ലാ പ്രാഥമിക കാര്യങ്ങളും ചെയ്യാൻ വേറൊരാൾ വേണം. ആ വേറൊരാൾ നമ്മളെ എങ്ങനെയായിരിക്കും നോക്കുന്നത്? നമ്മൾ ചെയ്ത പുണ്യവും പാവം പോലെ ഇരിക്കില്ലേ? അപ്പോൾ കടുത്തമായ ആ അനുഭവം, മരണകാലത്തിലുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ അവസാന കാലം നമ്മൾ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടുകളാണ്. നമ്മൾ ഓരോരുത്തർ പോയി കാണുന്നില്ലേ കർമ്മഫലങ്ങളെന്ന് നമ്മൾ പറയുന്നു. അല്ലെങ്കിൽ പിന്നെ നമുക്കതിനെ എങ്ങനെ പറഞ്ഞു മാറ്റാൻ പറ്റും? ഒരാൾ കുറെ കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോൾ എന്ത് ചെയ്യാൻ കർമ്മഫലം എന്ന് നമ്മൾ അവസാനം എന്ത് പറയുന്നു? അങ്ങനെ പറഞ്ഞു പോകുന്ന ആ കർമ്മഫലം നമ്മളിൽ മനസ്സിലാക്കാനാണ് നാമസങ്കീർത്തനവും ശ്രവണവും കഥയും ഭഗവത് പാരായണവും ഭാഗവത കഥന കേൾക്കുകയും പിന്നെ രാമായണ കഥ ഉത്തമമായിട്ട് ശ്രീരാമസ്വാമി അവതാരം എടുത്ത് വിഷ്ണു ശ്രീരാമസ്വാമിയായിട്ട് അവതാരം എടുത്ത് മനുഷ്യർ എങ്ങനെ ജീവിക്കണം, മനുഷ്യന്റെ ധർമ്മം എന്താണ്, ഒരു മനുഷ്യൻ ജനിച്ച് വന്ന് വളർന്ന് വലുതായി എന്തൊക്കെ കടമ്പകളിലൂടെ കടന്നു പോകണം എന്ന് വ്യക്തമായും ശക്തമായും കാണിച്ചു തന്നിരിക്കുന്നതാണ് ശ്രീരാമസ്വാമിയുടെ ജീവിതം അല്ലേ. ആ സ്വാമി എന്തിനും ധർമ്മം നിലനിർത്തിയാണ് ശ്രീരാമസ്വാമി ജീവിതം കൊണ്ടുപോയത്. അത് നമുക്ക് തന്നിരിക്കുന്ന പാഠം. അതിനുശേഷം നമ്മുടെ അവതാര പുരുഷൻ വീണ്ടും ജനിച്ചു, വീണ്ടും അവതാരം എടുത്ത് ശ്രീകൃഷ്ണനായിട്ട് വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് 18 അധ്യായങ്ങളിലൂടെ ഓരോരോ അധ്യായങ്ങളിലും ഓരോരോ ഇതിനെ വിസ്തരിച്ച് ഭംഗിയായി നമുക്ക് എങ്ങനെ ജീവനെ മുക്തിയിൽ എത്തിക്കാമെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അപ്പൊ ഈ പുസ്തകങ്ങൾ വായിച്ചാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ. നമ്മൾ എന്തായാലും നമ്മുടെ ലൈഫിൽ ഈ അത്തിപ്പഴത്തിനകത്ത് കിടന്ന് കറങ്ങുന്നതിനേക്കാൾ അവസാനം നമുക്ക് ഒരു ഗതിയില്ലാതായി. ആ സമയത്ത് നമ്മൾ നമ്മുടേതായ ഒരു ഉണർവും ഒരു ഉത്തേജനവും ഒക്കെ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ചുറ്റുവട്ടവും കൂടി നമുക്ക് ശരിയാക്കാൻ കഴിയും. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറേ പേർക്ക് ഇത് ബോറടിക്കും. കാരണം അവരുടെ ഇതിലേക്ക് പോലെ അവരുടെ കണ്ണിലും മനസ്സിലും ഒക്കെ എന്താണ് വർണ്ണപ്രഭമായ കൊട്ടാരങ്ങളും വീടുകളും സ്വർണ്ണാഭരണങ്ങളും പിന്നെ പദവികളും ഈ സ്ഥാനമാനങ്ങളിലൊക്കെ നിൽക്കുന്നു. ഒരു ദിവസം ടപ്പേ എന്ന് പറഞ്ഞുകൊണ്ട് കൊടിമര ഒടിഞ്ഞ് താഴെ വീഴുന്ന പോലെ വീഴുന്നു കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്നവരപ്പം വലിയ സ്വത്തുക്കൾ ഉണ്ടായിട്ട് എന്ത് കാര്യം, ഇതെല്ലാം ഉണ്ടായിട്ട് എന്ത് കാര്യം, നമുക്ക് വേണ്ടുന്ന ഒരു ആള് നമ്മളെ കൈവിട്ട് പോയി, പിന്നെ നമുക്ക് അതിന് പിന്നെ എന്താണുള്ളത്, പിന്നെ നമ്മൾ ശേഷം ജീവിക്കുന്നു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ജീവിതത്തിൽ നല്ല രീതിയിൽ രക്ഷപ്പെടാനും നമ്മുടെ ജീവിതത്തെ ഉയർത്താനും അതിലൂടെ മറ്റുള്ളവരെ വളർത്താനും നമ്മുടെ മനസ്സ് സന്തോഷമായി ജീവിക്കാനും ഇതൊക്കെ ജീവിത ദുഃഖങ്ങളാണെന്ന് മനസ്സിലാക്കാനും അതിനെ തുടർന്ന് നമുക്ക് മുമ്പോട്ട് പല പല കാര്യങ്ങൾ അതുപോലെ തളർന്നു കിടക്കുന്നവർക്ക് ആശ്വാസമാകാനും കഴിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. അതിലൂടെ നമ്മൾ എന്താവും, നമ്മുടെ ജീവനെ നമ്മൾ ഓരോ സ്റ്റെപ്പും കയറ്റി നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഒരിക്കൽ നമ്മൾ കയറിപ്പോയാൽ പിന്നെ നമ്മൾ ഒരിക്കലും തിരിച്ചു വരാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. കാരണം അതിൻ്റെ രസം നമ്മൾ എപ്പോഴെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ സംസാര സാഗരത്തിൽ ഇതൊന്നും നമുക്കൊരു വലിയ കാര്യമായിട്ട് തോന്നും. നമുക്ക് മനസ്സിനാണ് ശാന്തി കിട്ടേണ്ടത്, ശരീരത്തിനല്ല. ശരീരത്തിന്റെ ശാന്തി എന്ന് പറഞ്ഞാൽ ഒരു അല്പനിമിഷം പോലും നമുക്ക് നിൽക്കില്ല. ഒരു കൈകാലൊടിഞ്ഞു അവിടെ കിടന്ന് വീഴാം, എവിടെയെങ്കിലും ഒന്ന് പഴുത്തു, അവിടെ വേദന, ഷുഗർ കൂടി പഴുത്തു, അല്ലെങ്കിൽ എന്തെല്ലാം അസുഖങ്ങളാണ്. അപ്പൊ ഈ ശരീരം അതിനു വേണ്ടി നമ്മൾ അടിപിടി കൂടരുത്. ശരീരം സംരക്ഷിക്കണം, വൃത്തിയായും ശുദ്ധിയായും ഈശ്വരനുള്ള
ഈശ്വരൻ വസിക്കുന്ന ക്ഷേത്രവും ക്ഷേത്രജ്ഞ എന്ന് പറയുന്നത് എന്താണ്? ക്ഷേത്രം നമ്മൾ, ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്ന ഭഗവാനുമാണ്. ഇതൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് മനസ്സിലാവണമെങ്കിൽ ആത്യന്തികമായി നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കണം. ഈ ഹരിനാമകീർത്തനം നമ്മൾ പറയുമ്പോൾ ഹരിനാമകീർത്തനം, പക്ഷേ അതിനകത്ത് മനുഷ്യൻ്റെ, അതായത് ഭാഗവതം തന്നെയാണ് നമ്മുടെ ഈ ഹരിനാമകീർത്തനം. എല്ലാത്തിൻ്റെ സാരാംശം എന്താണ്? അതിൻ്റെ എസൻസ് പറയുന്നത് ജീവൻ മുക്തിയാണ്. ജീവന് ഭയമില്ലാതെ സ്വന്തം ഇഷ്ടത്താലെ സ്വന്തം പരംപിതാവായ പരബ്രഹ്മത്തിൽ ലയിക്കാനുള്ള എല്ലാ അവസ്ഥകളും ഇവിടെ പറഞ്ഞ് അനുഭവിച്ചറിഞ്ഞവർ പറഞ്ഞു തരുന്നു. അവരത് ചെയ്ത് അത് നേടിയവരാണെന്നതിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ എന്താണ്, നമ്മൾ മുമ്പോട്ട് ഇതുവഴി നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് മരണഭയം ഉണ്ടാവില്ല. നമുക്ക് ജന്മ മൃത്യു ജരാ വ്യാധി ഭയം എന്ന് പറഞ്ഞിട്ട് ഉള്ളതാണ് ഇതിൽ പറയുന്നതല്ല. ആ ഭയം മാറിക്കഴിഞ്ഞവർക്ക് ഈ ലോകത്ത് സുഖമായിട്ട് ഇങ്ങനെ മറ്റൊന്നിലും പെടാൻ സുഖമായി കഴിയുമ്പോൾ നമ്മൾ മനസ്സിന് സന്തോഷം നിറഞ്ഞു കഴിയും. നമുക്ക് ആവശ്യത്തിലധികം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറകോട്ട് നോക്കും. ഒരു മനുഷ്യനെ നമുക്ക് എല്ലാ മനുഷ്യരെ കാര്യം എടുക്കാൻ നമുക്ക് ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യം ഇഷ്ടാന്ന ഭോജനമാണ്. അത് കൊടുത്തിട്ട് വേണമെങ്കിൽ അവരെ കൊണ്ട് മതി എന്ന് പറയിപ്പിക്കാൻ പറ്റില്ലേ? വേറെ എന്ത് കൊടുത്താലും നമുക്കവരെ, അതാണ് മനസ്സിന്റെ ആഴത്തിന്റെ അളവ്, മനസ്സിലായോ? അപ്പോൾ എത്ര കിട്ടിക്കൊണ്ടിരുന്നാലും അതെന്ത് ചെയ്യും? വീണ്ടും 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 നമ്മളെ കിട്ടാനായിട്ട് പ്രേരിപ്പിക്കുന്നതല്ലാതെ ഒരിക്കലും അത് അടങ്ങില്ല. അപ്പോൾ അതിനെ നമ്മൾ കടിഞ്ഞാനിട്ട് പിടിക്കാനാണ് എന്താണ് നമ്മുടെ നാമസങ്കീർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ കടിഞ്ഞാനിട്ട് പിടിക്കുമ്പോൾ നാമസങ്കീർത്തനം നമ്മൾ പറയുന്നത് പോലെ മനസ്സിൽ നിർത്തണം. മനസ്സ് പറയുന്നത് പോലെ നമ്മൾ പോകരുത്. പല അപകടങ്ങളിലും ചെന്ന് വീഴും. അതിനൊക്കെ നമുക്ക് ഇത് ഒരുപാട് സഹായിക്കും ഈ അറിവുകൾ. അതാണ് ഇവിടെ നമ്മളെ ആചാര്യൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. നമ്മളാരും അത്തിമരത്തിൽ പാകമാവാതെ പഴുത്ത് നശിച്ചു മാറരുത്. നമ്മളെല്ലാവരും ഈ പ്രപഞ്ചമാകുന്ന അത് ഭഗവാന്റെ സൃഷ്ടിയുണ്ട്, അതിന് കയറി വരാൻ ബുദ്ധിമുട്ട്. അപ്പം നമ്മളെപ്പോൾ ഉള്ളവർക്ക് നാമസങ്കീർത്തനത്തിലൂടെ, നാമജപ സാധനയിലൂടെ, പുസ്തക പാരായണങ്ങളിലൂടെ, ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിലൂടെ, ഗുരുക്കന്മാരെ കാണുന്നതിലൂടെ, നല്ല നല്ല ഗുരുക്കന്മാരുടെ സത്യാന്വേഷണങ്ങളിലെ പുസ്തകങ്ങളിലൂടെ അവർ നേടിയെടുത്ത ആത്മസാക്ഷാത്കാരം അറിയുന്നതിലൂടെ നമുക്ക് കൂടുതൽ കൂടുതൽ ജ്ഞാനം ഇതിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഈ സാധാരണ മനുഷ്യനിൽ നിന്ന് കുറച്ച് നമുക്കൊരു മാറ്റം ഉണ്ടാകും. എന്ത് മാറ്റമാണ്? ആത്മാവിൻ്റെ വളർച്ച. അല്ലാതെ നമ്മുടെ അഹങ്കാരമെന്ന അതല്ല, ഞാനെന്നല്ല, ഇതെല്ലാം ഈശ്വരനാണ് എന്നുള്ള തലത്തിലേക്ക് നമ്മുടെ മനസ്സ് വളരാൻ തുടങ്ങും. അങ്ങനെ പോകുന്ന മനസ്സിന് മാത്രമേ ഈ ബോധതലത്തിൽ പറയുന്ന ബുദ്ധിയുടെ ഉപദേശം അനുസരിച്ചിട്ട് ആ മനസ്സിലൂടെ നമ്മുടെ മാർഗത്തിലൂടെ നമ്മളെ നയിക്കാനും നമ്മളുടെ ഈ സാധ്യ ഗുണം നമുക്ക് വരുത്താനും ഒക്കെ കഴിയുള്ളൂ. അതാണ് ഇവിടെ ഈ ഔദുംബരത്തിൽ മശകത്തിനും ഇതേ കഥാപി സുഖമില്ലെന്ന് പരിചു ചേതോ വിമോഹിനി മയക്കായികമായ തവ ദേഹോഹം എന്നിവയിൽ നാരായണായ നമഃ. അതാണ് ഇവിടെ പറഞ്ഞത്. എന്നെ ഈ മായയാകുന്ന അത്തിപ്പഴത്തിനകത്തിട്ട് എന്നെ മായയിൽ ഭ്രമിപ്പിച്ച് ദേഹസുഖമാണ് ഏറ്റവും വലുതെന്ന് ധരിപ്പിച്ച് എന്നെ എൻ്റെ ജന്മമോക്ഷക്കാലത്തിലേക്ക് എത്തിക്കാതെ എന്നെ അതിനകത്തിട്ട് കുരുക്കരുതേ. അത് ഈ മായ എന്ന് പറയുന്നത് അങ്ങ് തന്നെയാണല്ലോ. അങ്ങനെയുള്ള നാരായണ അങ്ങയ്ക്ക് നമസ്കാരം എന്ന് പറയുന്നത്. അപ്പം നമ്മളെ എന്താവണം? ഗുരുവായൂരപ്പൻ നമ്മളെ തുണയ്ക്കണം. നമുക്ക് ഭക്തി ഉണ്ടാവാൻ, നമുക്ക് നല്ല കർമ്മങ്ങൾ ചെയ്യാനും നമ്മളെ അതിലേക്ക് നയിക്കാനും നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. ആ ഗുരുവായൂരപ്പൻ നമ്മളെ ഈ നിലയിൽ കൊണ്ട് എത്തിക്കും. നമുക്ക് അതിനുള്ള അറിവും ജ്ഞാനവും ഒക്കെ സമ്പാദിച്ച് തരികയും ചെയ്യും. ആ വിശ്വാസത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും ആത്മസാക്ഷാത്കാരം ഉണ്ടാകാനുള്ള അറിവ് ഈ ജന്മത്തിലെങ്കിലും നമുക്ക് തരണേ, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം നിർത്തുന്നു. നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. ഔദുംബരത്തിൽ മശക്കത്തിന്നു തോന്നുമിതിൽ മീതേ കഥാപി സുഖമില്ലെന്നിതപ്പരിജു ചേതോ വിമോഹിനി മയക്കായികമായ തവ ദേഹോഹമെന്നിവയിൽ നാരായണായ നമഃ. നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണ
നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ.